നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫെർമിൻ ലോപ്പസ് ഇന്ന് FC ബാഴ്സലോണയുടെ നിരയിലെ സുപ്രധാന താരങ്ങളിൽ ഒരാളാണല്ലോ. അദ്ദേഹത്തിൻ്റെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കി ഇന്നലെ ബാഴ്സലോണ ഒഫീഷ്യലി അറിയിച്ചു. 2031 വരെ അദ്ദേഹം ബാഴ്സയിൽ തുടരും. അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയിരിക്കുന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെ റിലീസ് ക്ലോസ് 500 മില്യൺ യൂറോയാണ്. മാത്രമല്ല ഈ പുതിയ റിനീവൽ കോൺട്രാക്റ്റിൽ അദ്ദേഹത്തിൻ്റെ സാലറി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം 2023 FC ബാഴ്സലോണ, അതായത് 2 വർഷങ്ങൾക്ക് മാത്രം മുമ്പ് FC ബാഴ്സലോണ ഫെർമിനെ കൗണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ ഫസ്റ്റ് ടീമിലേക്ക് എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല. ലോണിൽ അദ്ദേഹം റൊമാനിയൻ ടീമിലേക്കോ മറ്റേതോ ഒലോട്ട് പോലെയുള്ള ഒരു ക്ലബിലേക്കൊക്കെ പോകാനുള്ള സാധ്യത നിന്നിരുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്താണ് ചാവി അദ്ദേഹത്തെ ഒരു ട്രെയിനിങ് സെഷനിൽ കാണുന്നതും അദ്ദേഹത്തെ ടീമിനോടൊപ്പം നിലനിർത്താൻ വേണ്ടി ബാഴ്സയുടെ അധികൃതരോട് ആവശ്യപ്പെടുന്നതും. ചാവിയാണ് ഫെർമിന് പ്രീ സീസണിൽ അവസരം കൊടുക്കുന്നത്. ബാക്കി നടന്നത് ചരിത്രമാണ്. കൃത്യമായി പറഞ്ഞാൽ ഫസ്റ്റ് ട്രെയിനിങ് സെഷൻ, ബാഴ്സക്കൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ട്രെയിനിങ് സെഷനിൽ ചാവിയാണ് ഫെർമിൻ ലോപ്പസിനെ കണ്ടെടുക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ടീമിലേക്ക് സ്പെസിഫിക്കലി കോൾ ചെയ്തതായിരുന്നില്ല. അതായത് ടീമിനോടൊപ്പം ഫില്ല് ചെയ്യാൻ വേണ്ടി, ട്രെയിനിങ്ങിൽ ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന യുവതാരങ്ങളുണ്ടല്ലോ, ആ കൂട്ടത്തിലാണ് ഫെർമിൻ ആ ട്രെയിനിങ് സെഷന് വേണ്ടി എത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ്ങിലെ പ്രകടനം കണ്ടപ്പോൾ ചാവി മറ്റുള്ളവരോട് പറഞ്ഞു, ഈ ഫെർമിൻ കിഡിനെ നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചിട്ടില്ലേ, അവനെക്കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന്. ബാക്കി കാര്യങ്ങൾ നടന്ന് നമുക്കറിയാം. അദ്ദേഹത്തെ ടീമിലേക്ക് ഉൾപ്പെടുത്താൻ ആദ്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ചാവി അദ്ദേഹത്തെ ടീമിലേക്ക് എടുക്കുന്നു, പ്രീ സീസണിൽ അവസരം കൊടുക്കുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നടന്നത് അവൻ്റെ ഒരു എക്സ്പ്ലോഷനാണ്. തീർച്ചയായിട്ടും ചാവിക്ക് തന്നെയാണ് നമ്മൾ ബാഴ്സലോണയുടെ ഇപ്പോഴത്തെ ഈ യുവ കോർ അതിനെ ബിൽഡ് ചെയ്തെടുത്തതിന് കൈയടിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഫ്രം സ്ക്രാച്ച് ആണ് അദ്ദേഹം ഈ രൂപത്തിലൊരു യുവതാരങ്ങളെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. ലാമാസിയയിൽ നിന്ന് ഫസ്റ്റ് റിയൽ ചാൻസ് താരങ്ങൾക്ക് കൊടുത്തതും അവർക്ക് വലിയ രൂപത്തിൽ ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുത്തതും ചാവിയായിരുന്നു. എത്ര താരങ്ങൾ, ലാമിനെ യമാൽ, അലിയാൻഡ്രോ ബാൽഡെ, പാവു കുബാർസി, ഫെർമിന്, മാർക്കസാഡോ, എറിക് ഗാർഷ്യ, ഇങ്ങനെയുള്ള താരങ്ങൾ, അവരെ ഒക്കെ യുവതാരങ്ങളെ വളർത്തി കൊണ്ടുവന്നതും പിന്നെ സീനിയർ താരങ്ങൾ ഇപ്പോൾ ലെവൻഡോസ്കി, കൂണ്ടെ, ഫെറാൻ ടോറസ് ഇങ്ങനെയുള്ളവരെ സൈൻ ചെയ്യാൻ ക്ലബിനെ കൺവിൻസ് ചെയ്തതൊക്കെ ചാവിയായിരുന്നു. സോ ചാവിക്ക് നമ്മൾ കൈയടിക്കണം യഥാർത്ഥത്തിൽ ബാഴ്സയുടെ ഈ ഒരു കോറ് ബിൽഡ് ചെയ്തെടുത്തതിൽ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് എത്താം.